ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഓരോ പരാതികളാണ്. പഠിക്കുന്ന ചോദ്യങ്ങൾ മറന്നു പോവാണ്, ഓർമ്മ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചിട്ട് പോയ എക്സാമിന് പോകുമ്പോൾ അവിടുന്ന് കൺഫ്യൂഷൻ ആവുകയാണ്. ഇങ്ങനത്തെ ഓരോ പരാതികൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആ പരാതികൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നമ്മൾ ഇനി ഇതിൽ പഠിക്കുന്ന ഒരു ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും മറന്നുപോവില്ല. ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മറക്കും, അപ്പോൾ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? എന്താണ് കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? വിറ്റാമിനുകൾ രണ്ട് തരത്തിലാണ് ശരീരത്തിൽ ലയിച്ചു ചേരുന്നത്. ഒന്ന് ജലത്തിലൂടെയും മറ്റൊന്ന് കൊഴുപ്പിലൂടെയുമാണ് ശരീരത്തിൽ ലയിച്ചു ചേരുന്നത്. എങ്ങനെയൊക്കെയാണ്? ജലത്തിലൂടെയും കൊഴുപ്പിലൂടെയും. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വിറ്റാമിൻ എ, വിറ്റാമിൻ സി. ഓപ്ഷൻ ബി വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി. ഓപ്ഷൻ സി വിറ്റാമിൻ എ, വിറ്റാമിൻ കെ. ഓപ്ഷൻ ഡി വിറ്റാമിൻ സി, വിറ്റാമിൻ ബി. നമ്മുടെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? അപ്പൊ ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി. ഏതൊക്കെയാണ്? വിറ്റാമിൻ എയും വിറ്റാമിൻ കെയും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത് എന്നാണ്. ഇനി കൊഴുപ്പിലൂടെ ലയിക്കുന്നത് ഏതൊക്കെയെന്ന് പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞേരട്ടെ. കൊഴുപ്പ് ശരീരത്തിന് എന്താണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. എന്താണ്? കൊഴുപ്പ് കേടല്ലേ? അപ്പൊ കൊഴുപ്പ് കേടാണ്. കൊഴുപ്പ് ശരീരത്തിന് കേടാ. എന്താണ്? കെ ഇ ഡി എ. കെ ഇ ഡി എ, കേടാ. കെ ഇ ഡി എ എന്നീ വിറ്റാമിനുകളാണ് ശരീരത്തിൽ കൊഴുപ്പിലൂടെ ലയിച്ചു ചേരുന്നത്. എങ്ങനെയൊക്കെയാണ്? കെ ഇ ഡി എ. എങ്ങനെ പഠിക്കണം? കൊഴുപ്പ് ശരീരത്തിന് എന്താണ്? കേടാണ്. കെ ഇ ഡി എ. ഈ വിറ്റാമിനുകളാണ് കൊഴുപ്പിലൂടെ ലയിച്ചു ചേരുന്നത്. ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? ജലത്തിലൂടെ ലയിക്കുന്നതല്ലേ? അതെങ്ങനെ പഠിക്കാം? ഈ ജലം ഏത് സമയം ഒഴുകിക്കൊണ്ടല്ലേ? എങ്ങനെയാണ്? ജലം ഏത് സമയം ഒഴുകിക്കൊണ്ടാണ്, ഒരു സ്ഥലത്ത് നിൽക്കൂലല്ലോ. അത് എന്തുകൊണ്ടാ? ആള് ഭയങ്കര ബിസിയാണ്. എന്താണ്? ജലം ഭയങ്കര ബിസിയാണ്. അപ്പൊ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി, സി എന്നീ വിറ്റാമിനുകൾ. എങ്ങനെയാണ് ലയിക്കുന്നത്? ജലത്തിലൂടെയാണ്. അതെങ്ങനെ പഠിച്ചു വെക്കണം? ജലം ഏത് സമയം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കൂലല്ലോ. അത് എന്തുകൊണ്ടാണ്? ജലം ഭയങ്കര ബിസി ആയതുകൊണ്ടാണ്. അപ്പൊ ബിസി എന്ന് പഠിച്ചു വെച്ചാൽ ബി, സി എന്നീ വിറ്റാമിനുകൾ എങ്ങനെ ലയിക്കും? ജലത്തിലൂടെ ലയിക്കും. പിന്നെ ഏതാ പഠിച്ചത്? കൊഴുപ്പിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? കൊഴുപ്പ് ശരീരത്തിന് എന്താണ്? കേടാണ്. കെ ഇ ഡി എ. മനസ്സിലായല്ലോ? ഇനി ഇത് മറക്കൂലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ചോദ്യം ഇതാണ്, ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ പ്രതിജ്ഞ. ഓപ്ഷൻ എ പ്രതിജ്ഞ. ഓപ്ഷൻ ബി ഭാഷ. എന്താണ്? ഭാഷ. ഓപ്ഷൻ സി ഭൂപരിഷ്കരണം. ഓപ്ഷൻ ഡി ലിസ്റ്റ്. ഓപ്ഷൻ ഡി ലിസ്റ്റ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചിട്ടാണ്? എന്താണ്? പട്ടിക 7. ഈ 7 എന്നുള്ളത് തിരിച്ചിട്ട എന്താവും? ഇങ്ങനെട്ടാ എന്നാവും. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യുക? ലിസ്റ്റ്. ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 7 തിരിച്ചിട്ട് എന്താവും? എല്ലാവും. എല് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ എല് ലിസ്റ്റ്. എങ്ങനെ ആലോചിക്കണം? 7 എന്നുള്ളത് എങ്ങനെയാണ്? 7 എന്നുള്ളത് ഇങ്ങനെ തിരിച്ചിട്ട എൽ എന്നാവും. എല്ലിനെ ലിസ്റ്റ് എന്ന് ആലോചിച്ച് വെക്കണം. അപ്പൊ ഭരണഘടനയിലെ പട്ടിക 7 ലിസ്റ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ലിസ്റ്റിനെ കുറിച്ചാണ് ഭരണഘടനയിലെ പട്ടിക 7 പ്രതിപാദിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാവുന്നുണ്ടല്ലോ, ഓർമ്മയിൽ നിൽക്കുമല്ലോ, ഇനി എന്തായാലും മറക്കൂലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? 7 എന്നുള്ളത് തിരിച്ചിട്ട എങ്ങനെ വായിക്കണം? 7 എല്. തിരിച്ചിട്ട എല്ലാണ്. അപ്പോ ഭരണഘടനയിലെ പട്ടിക 7 ലിസ്റ്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 2014. ഓപ്ഷൻ ബി 2005. ഓപ്ഷൻ എ 2014. ഓപ്ഷൻ ബി 2005. ഓപ്ഷൻ സി 2006. ഓപ്ഷൻ ഡി 2010. അതെങ്ങനെ കണക്ട് ചെയ്യാ? എന്താ ചോദ്യം? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. എന്താണ്? ഗാർഹിക പീഡനം. കണക്ട് ചെയ്ത് വെക്കണം. എന്തിന്? 2006. അപ്പൊ 6
ഇർ. അപ്പൊ ഗാർഹികം 2006. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഏതാണ്? 2006 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി 2006. ആർ ഗാർ ഗാർ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താ? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്താണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 2006, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1997. ഏതൊക്കെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ 2006, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1997. ഇതിൽ ഏതാ നമ്മുടെ ഉത്തരം? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2005. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്, അവൻ 5 പൈസയുടെ വിവരല്ലാന്ന്. എന്താണ്? 5 പൈസയുടെ വിവരല്ല പറയും. എന്ത് പറയും? 5 പൈസയുടെ വിവരല്ല. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാ? 5 പൈസയുടെ എന്നല്ലേ? 5 പൈസയുടെ വിവരല്ല. അതിലെന്തുണ്ട്? 2005 വിവരല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? വിവരാവകാശ നിയമം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? അവൻ 5 പൈസയുടെ വിവരല്ല എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി മറക്കൂലല്ലോ. അപ്പൊ 5 പൈസയുടെ വിവരല്ല എന്ന് ആലോചിച്ചാൽ എന്തൊക്കെ കിട്ടും? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 5 പൈസ 2005. വിവരല്ല എന്ന് പറയുന്നത് എന്താണ്? വിവരാവകാശ നിയമം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല എന്താണ്? ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ? ഓപ്ഷൻ എ ബൊക്കാറോ. ഓപ്ഷൻ എ ബൊക്കാറോ. ഓപ്ഷൻ ബി ബിലായ്. ഓപ്ഷൻ ബി ബിലായ്. ഓപ്ഷൻ സി റൂർക്കേല. റൂർക്കേല. ഓപ്ഷൻ ഡി ജംഷഡ്പൂർ. ജംഷഡ്പൂർ. അപ്പൊ ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ ഗാർഹിക പീഡനം 2006. ആർ ഗാർ. അങ്ങനെ കണക്ട് ചെയ്തോ? അതുപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യണം. ജർമ്മനി. ജർമ്മനി. റൂർക്കേല. നമ്മുടെ ഉത്തരം റൂർക്കേലയാണ്. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല. ഏതാണ്? റൂർക്കേല. അതെങ്ങനെ കണക്ട് ചെയ്യണം? റൂർ. എങ്ങനെ കണക്ട് ചെയ്യണം? ജർമ്മനി റൂർക്കേല. ഇർ എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അതല്ലേ? അപ്പൊ ജർമ്മനി റൂർക്കേല. അപ്പൊ നമ്മുടെ ഉത്തരം റൂർക്കേലയാണ്. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല. അടുത്ത ചോദ്യം. ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ദാരിദ്ര്യം. ഓപ്ഷൻ എ ദാരിദ്ര്യം. ഓപ്ഷൻ ബി കൃഷി. എന്താണ്? കൃഷി. ഓപ്ഷൻ സി വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ജലസേചനം. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ എ ദാരിദ്ര്യം. ഓപ്ഷൻ ബി കൃഷി. ഓപ്ഷൻ സി വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ജലസേചനം. ജലസേചനം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? അത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇന്ദിര ആവാസ് യോജന. യോജന എന്നല്ലേ? ഇന്ദിര ആവാസ് യോജന. യോജന എന്നുള്ള ആ വാക്കിനെ നമ്മൾ എങ്ങനെ ഓർത്തു വെക്കണം? യാചന എന്ന് ഓർത്തു വെക്കണം. എന്താണ്? യാചന. യാചിക്കുക. ആരാണ് യാചിക്കുക? എന്തുള്ളവരെ യാചിക്കുക? ദാരിദ്ര്യമുള്ളവരാണ്. ദാരിദ്ര്യമുള്ളവർ യാചിക്കുന്ന ആലോചിച്ച യാചന ദാരിദ്ര്യം. എന്തൊക്കെയാണ്? യാചന ദാരിദ്ര്യം. അതെവിടെ? ഇന്ദിര ആവാസ് യോജന എന്നിലെ യോജന മാറ്റി യാചന എന്നും യാചിക്കുന്നവർ എങ്ങനെയുള്ളവരാവും? ദാരിദ്ര്യമുള്ളവരാവും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത യാചന ദാരിദ്ര്യം. യാചന ദാരിദ്ര്യം. അപ്പോ ഇന്ദിര ആവാസ് യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിര ആവാസ് യോജന അല്ല, യോജന എന്നുള്ളത് നമ്മൾ എങ്ങനെ ആലോചിച്ച് വെക്കണം? യാചന എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദാരിദ്ര്യം. എന്തുമായിട്ടാണ്? ദാരിദ്ര്യം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ നാസ നിക്ഷേപിച്ച ഉപഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാൻ നാസ നിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ മംഗൾയാൻ. ഓപ്ഷൻ എ മംഗൾയാൻ. ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ്. ഓപ്ഷൻ സി ജൂണോ. ഓപ്ഷൻ ഡി മാവേർ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഏതാണ്? മംഗൾയാൻ. ഓപ്ഷൻ ബി ആസ്ട്രോസാറ്റ്. ഓപ്ഷൻ സി ജൂണോ. ഓപ്ഷൻ ഡി മാവേർ. അതെങ്ങനെ കണക്ട് ചെയ്യാം? ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് പഠിക്കാനല്ലേ? വ്യാഴത്തിന്റെ ഇംഗ്ലീഷ് എന്താ? വ്യാഴം. ആ ഗ്രഹത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ജൂപ്പിറ്റർ. എന്താണ്? ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യുക? ജൂപ്പിറ്റർ ജൂണോ. രണ്ടിലും ജൂ ഉണ്ടല്ലോ. അപ്പൊ ജൂപ്പിറ്റർ ജൂണോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ജൂപ്പിറ്റർ ജൂണോ എന്നിങ്ങനെ കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ കുറിച്ച് അല്ലെങ്കിൽ ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാൻ നാസ നിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജൂണോ. ജൂണോ ജൂപ്പിറ്റർ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം.
ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ലോക ജലദിനം. ഓപ്ഷൻ എ മാർച്ച് 21, ഓപ്ഷൻ ബി മാർച്ച് 22, ഓപ്ഷൻ സി മാർച്ച് 23, ഓപ്ഷൻ ഡി മാർച്ച് 24. എങ്ങനെയൊക്കെയാണ്? ഓപ്ഷൻ എ മാർച്ച് 21, ഓപ്ഷൻ ബി മാർച്ച് 22, ഓപ്ഷൻ സി മാർച്ച് 23, ഓപ്ഷൻ ഡി മാർച്ച് 24. ഇതൊപ്പം കൊടുത്തത് എന്തിനാന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു കോഡ് പഠിച്ചു വെക്കാം. എന്താണെന്നറിയോ? വനജയുടെ കാലിൽ നട്ടത് ക്ലിയർ ആവൂല. കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ ആണല്ലോ? വനജയുടെ കാലിൽ ക്ഷയം. അതാണ് നമ്മുടെ കോഡ്. എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. ഇനി അത് എങ്ങനെ പഠിക്കാം? മാർച്ച് 21 വനദിനമാണ്. വനദിനം മാർച്ച് 21 എന്താണ്? വനദിനം. അതിനാണ് ഇവിടെ വനജ. അപ്പൊ വനദിനം മാർച്ച് 21 എന്നാണ് വനദിനം മാർച്ച് 21. കോഡ് എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. എന്താ കോഡ്? വനജയുടെ കാലിൽ ക്ഷയം. വനദിനം വനജ. വനദിനം പിന്നെ ജാലേ ജലദിനം. ജലദിനാണ് നമ്മുടെ ചോദ്യം. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 അപ്പൊ ആദ്യം നമ്മൾ വനദിനം പഠിച്ചു, പിന്നെ ജലദിനം, മൂന്നാമത്തെ വനജയുടെ കാലിൽ എന്നുള്ളതിൽ കാലാവസ്ഥാ ദിനം. എന്താണ്? കാലാവസ്ഥാ ദിനം. ലാസ്റ്റ് എന്താ? ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. അപ്പൊ എങ്ങനെ പഠിക്കാം? മാർച്ച് 21 എന്താണ്? വനദിനം. മാർച്ച് 22 ജലദിനം. വനദിനം ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. എന്താണ്? കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23 കാലാവസ്ഥാ ദിനം. പിന്നെ ലാസ്റ്റ് എന്ത് പഠിച്ചു? വനജയുടെ കാലിൽ എന്താണ്? ക്ഷയം. എന്താണ്? ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. വനദിനം മാർച്ച് 21, ജലദിനം വനജ. ജലദിനം എന്നാണ് മാർച്ച് 22. ചോദ്യം എന്താണ്? ലോക ജലദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ്? മാർച്ച് 22. കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. കാലിൽ എന്താണ്? ക്ഷയം. അപ്പൊ മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. എന്താണ്? മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. എന്താ ചോദ്യം? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഓപ്ഷൻ എ പെരിയാർ. ഓപ്ഷൻ എ പെരിയാറാണ്. ഓപ്ഷൻ എ പെരിയാർ. ഓപ്ഷൻ ബി പമ്പ. ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഓപ്ഷൻ ഡി അച്ഛൻ കോവിലാർ. എന്താ ചോദ്യം? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അതെന്താ? ഏറ്റവും വലിയ നദി ഏതാണ്? വലുതിന് തമിഴിൽ എന്താ പറയാ? എങ്ങനെ കണക്ട് ചെയ്യണം? വലുതിന് തമിഴിൽ എന്താ പറയാ? വലിയ എന്നുള്ളതിന് പെരിയ അല്ലെ? തമിഴിൽ പെരിയ എന്നല്ലേ പറയാ? പെരിയത് എന്നല്ലേ പറയാ? അപ്പൊ വലിയ ആർ പെരിയാറാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ പെരിയാറാണ് നമ്മുടെ ഉത്തരം. അത് എങ്ങനെ കണക്ട് ചെയ്യണം? തമിഴിൽ പെരിയത് എന്ന് പഠിച്ചു നോക്കണം. വലുതല്ലേ നമ്മുടെ ചോദ്യം. അപ്പൊ പെരിയാർ. അപ്പൊ എന്താണ്? പെരിയാർ. നമ്മുടെ ഉത്തരം എന്താണ്? പെരിയാർ. അപ്പൊ അതെങ്ങനെ പഠിച്ചു നോക്കണം? വലുത് എന്നുള്ളതിനെ തമിഴിൽ കണക്ട് ചെയ്യണം. അപ്പൊ പെരിയാർ എന്നുള്ളത് കിട്ടും. ഇനി അടുത്ത ചോദ്യം. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര്? എന്താണ്? ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാ? ആരാണ്? ഓപ്ഷൻ എ കെ എം മുൻഷി. ഓപ്ഷൻ ബി നെഹ്റു. ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ, ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഓപ്ഷൻ ഡി എൻ എ പൽക്കിവാല. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഭരണഘടനയുടെ പിതാവ് ആരാ? ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭരണഘടനയുടെ പിതാവ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ്. ഓപ്ഷൻ സി ആണ്. അതാ ഏതിന്റെ ഉത്തരം? ഭരണഘടനയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അംബേദ്കർ ആണ്. പക്ഷെ ആമുഖത്തിന്റെ ശില്പി ആരാ? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാ? അതാരാണ്? ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചോദ്യം എന്താ? ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? എന്ത് വിശേഷിപ്പിച്ചു? തിരിച്ചറിയൽ കാർഡ്, ഐഡന്റി കാർഡ്. തിരിച്ചറിയൽ കാർഡ് പറഞ്ഞ എന്താ? അത് എന്തിനാണ്? എന്താവശ്യത്തിനാണത്? എന്നെ തിരിച്ചറിയാനാണ്. എന്തിനാണ്? എന്നെ തിരിച്ചറിയാൻ. അപ്പൊ ഉത്തരം കിട്ടിയോ? എന്നെ തിരിച്ചറിയാനല്ലേ തിരിച്ചറിയൽ കാർഡ്. എന്നെ പൽക്കിവാല. അതെങ്ങനെ കണക്ട് ചെയ്യണം? എന്നെ തിരിച്ചറിയാനാണ് തിരിച്ചറിയൽ കാർഡ്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്നെ പൽക്കിവാല. ആരാണ്? എന്നെ പൽക്കിവാല. അതെങ്ങനെ കണക്ട് ചെയ്യണം? എന്നെ തിരിച്ചറിയാനാണ് എന്ത്? തിരിച്ചറിയൽ കാർഡ്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും ഉത്തരം കിട്ടണം. തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞാൽ അത് എന്തിനാന്ന് ആലോചിക്കണം. എന്തിനാണ്? എന്നെ തിരിച്ചറിയാൻ. അപ്പൊ ഉത്തരം എന്താണ്? എന്നെ പൽക്കിവാല. അടുത്ത ചോദ്യം.
മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പുന്നമടക്കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി അച്ഛൻ കോവിലാർ. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ പുന്നമടക്കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ, ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി അച്ഛൻ കോവിലാർ. ഇനി അത് എങ്ങനെ കണക്ട് ചെയ്യണം? ഏത് വള്ളംകളിയാണ്? മദർ തെരേസ. മദർ പറഞ്ഞ ആരാ? അമ്മ. മദർ തെരേസ. അപ്പൊ ഇപ്പുറത്ത് ആരുണ്ടാവും? അച്ഛൻ ഉണ്ടാവും ഇല്ലേ? അങ്ങനെ ആലോചിച്ചൂടെ? മദർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഫാദർ ഉണ്ടാവും. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അച്ഛൻ കോവിലാർ. ഏതാണ്? അച്ഛൻ കോവിലാർ. അപ്പൊ മദർ എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഫാദറും വേണം. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? മദർ ആരാണ്? അമ്മ. ഇപ്പുറത്ത് ആര് വേണം? അച്ഛൻ വേണം. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ഓപ്ഷൻ ഡി അച്ഛൻ കോവിലാർ. അപ്പൊ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ഡി പുന്നമടക്കായൽ. ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നാണോ ചോദിച്ചിരിക്കുന്നത്? അല്ലോ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് ഉത്തരം കിട്ടും? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ശുദ്ധജല തടാകം. നമ്മുടെ ചോദ്യം പഠിക്കണ്ടേ? അപ്പൊ ശുദ്ധജല തടാകം ആണല്ലോ. ശുദ്ധജലം ശ, ഇപ്പുറത്തും ശ എന്നുള്ള വരണം. ശുദ്ധജലം ശാസ്താംകോട്ട. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ശുദ്ധജലം എന്ന് ചോദിച്ചാൽ ശുദ്ധജലം എന്നാ ചോദിക്കണമെങ്കിൽ രണ്ടും ശുദ്ധജലം ശാസ്താംകോട്ട. ശുദ്ധജലം എവിടെയാണ്? ശാസ്താംകോട്ട. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി ശാസ്താംകോട്ട. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്താണ്? ഏറ്റവും വലിയ തടാകം എന്നാണ് ചോദിച്ചത്. വാന്നല്ലേ? വലുത് വാ. ഉത്തരം വാ തന്നെയാണ്. എന്താണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് നമ്മൾ പഠിച്ചു? ശുദ്ധജലം ശാസ്താംകോട്ട. വലുത് വാ. അപ്പൊ എന്താണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. ഇനി അടുത്ത ചോദ്യം, അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ്, ഓപ്ഷൻ സി കലാമിൻ, ഓപ്ഷൻ ഡി സിങ്ക്. അലുമിനിയത്തിന്റെ അയിരല്ലേ ചോദ്യം. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്യുക? അലുമിനിയം എ. അപ്പൊ ഇപ്പുറത്തായി വേണം ബി. അലുമിനിയം എയും ഉത്തരം ബിയും. ഓക്കെ ആണല്ലോ. അലുമിനിയം എ, ഉത്തരം ബി. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന് ആ ഉണ്ടല്ലോ, അപ്പൊ ബോക്സൈറ്റിന് ബി വേണം. അലുമിനിയത്തിന് എ ഉണ്ട്, ബോക്സൈറ്റിന് ബിയും വേണം. അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? അലുമിനിയം ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. എ ബി എന്ന് കണക്ട് ചെയ്യണം. ഇനി വേറെ ഒരെണ്ണത്തിന്റെ അയിരും കൂടി പഠിച്ചാലോ? അയണിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അതെങ്ങനെ കണക്ട് ചെയ്യണം? അത് എച്ച്, ഇപ്പുറത്ത് ഐ. അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഹേമറ്റൈറ്റ് അയൺ. അപ്പൊ അയണിന്റെ അയിരാണ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് എന്ത് പഠിച്ചു? എ ബി, അലുമിനിയം ബോക്സൈറ്റ് ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിൽ? എവിടെയാണ്? ഓപ്ഷൻ എ അറേബ്യൻ സമുദ്രം, ഓപ്ഷൻ ബി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ സി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഡി പസഫിക് സമുദ്രം. അപ്പൊ ഓപ്ഷൻ എ എന്താണ്? അറേബ്യൻ സമുദ്രം, ഓപ്ഷൻ ബി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ സി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഡി പസഫിക് സമുദ്രം. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ നേരത്തെ എങ്ങനെ കണക്ട് ചെയ്ത്? നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്യുക. എ, ഇപ്പുറത്ത് ബി. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻഡമാൻ നിക്കോബാർ. അതെന്തായി? എ ആയി. അപ്പൊ ബി എന്താവും? ബംഗാൾ ഉൾക്കടലാണ് നമ്മുടെ ഉത്തരം. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. എ ബി എന്നിങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? അലുമിനിയം ബോക്സൈറ്റ്, എച്ച് ഐ, ഹേമറ്റൈറ്റ് അയൺ ഹേമറ്റൈറ്റ്. ഇവിടെ എന്ത് പഠിച്ചു? എ ബി. ആൻഡമാൻ നിക്കോബാർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ബി, ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ, ഓപ്ഷൻ ബി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ഗൗരി ലക്ഷ്മിബായ്, ഓപ്ഷൻ ഡി ഗൗരി പാർവതിബായ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ, ഓപ്ഷൻ ബി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ഗൗരി ലക്ഷ്മിബായ്, ഓപ്ഷൻ ഡി ഗൗരി പാർവതിബായ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? പ്രാഥമിക വിദ്യാഭ്യാസമാണ് അല്ലെ? പ്രാഥമികം അല്ലെങ്കിൽ പ്രൈമറി. പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി, പ്രാഥമികം പാർവതി, രണ്ടിലും പാർ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി. അപ്പൊ ആരാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി
ഓപ്ഷൻ ഡി ഗൗരി പാർവതിബായി ആണ്. അപ്പൊ പാർവതി പ്രാഥമികം. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആരാണ് ഗൗരി പാർവതിബായി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നന്നായി മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും മറക്കില്ലല്ലോ, മറക്കരുത്. അപ്പൊ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടും? ഉത്തരം കിട്ടണം, കിട്ടൂലേ? എന്തായാലും ഉത്തരം കിട്ടും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്